സമയം 5:45 6 മണിയായി ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് പ്ലാറ്റ്ഫോം നമ്പർ 21 22 ഹംപിക്കുള്ള ബസ് കിട്ടുക. ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ റെയിൽവേയിൽ നിന്ന് വരുമെന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഈ ടെർമിനലിലേക്ക്. ഇല്ല, ഇനിയും വല്ല സംശയം ഉണ്ടെങ്കിൽ അവിടെ ഈ ബസ് ടെർമിനലിൽ തന്നെ അതിനുള്ള ബോർഡ് കാണും, ബസ്സിൻ്റെ റൂട്ടിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് നോക്കാം. ഇല്ല, അത് വലിയ സംശയം ഉണ്ടെങ്കിൽ അവിടെ കുറേ കൗണ്ടറുകളുണ്ട്, അവിടെ പോയി അന്വേഷിക്കാം. അങ്ങനെ ബസ് വന്നു. ബസ് വരാൻ കുറച്ചായി പോയി, 6 6:45 അത് കയറി. സോ നമ്മളിപ്പോൾ ഹംപിയിലാണുള്ളത്. ബാക്കിലാണുള്ളത്. നേരെ ബാക്കിലാണത് വീരപക്ഷ ടെമ്പിളാണ്. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങി, അതായത് ഒരു 6 6:15 ബസ്സിനാണ് വന്നത്. അതുകൊണ്ട് ഞാൻ വെച്ചു ഇത്രയും നേരത്തെ വരേണ്ട കാര്യമില്ല. ഇല്ല, കാര്യം ഉണ്ടായിരുന്നു. ബാക്കിൽ കണ്ടില്ലേ സൂര്യൻ. അപ്പോൾ ബാക്കിൽ സൂര്യൻ. ഞാൻ വന്നത് എന്തായാലും ഇപ്പോൾ വന്നത് നല്ല വീർത്തായി. ഇത് ഞാൻ വിചാരിച്ചു ഇത്ര നേരത്തെ വരേണ്ട കാര്യമുണ്ടോ. അല്ല, ഭയങ്കര യൂസ്ഫുള്ളായി. ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര കോടയൊക്കെ ആയിട്ട്. ഞാൻ വെച്ചാ അതിൻ്റെ പിന്നാലെ പോകാം. അവിടെ കുറേ മങ്കീസ്. പിന്നെ ഹംപി വരേണ്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യം മങ്കിയാണ്. പിന്നാലെ വന്നത് നമ്മുടെ കൂട്ടുകാരൻ കേട്ടോ, ഇവിടെ കൂട്ടുകാരനാ. അപ്പോൾ ഹംപി വരേണ്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം ബാഗൊന്നും കൊണ്ടുവരുന്നത്. കാരണം മങ്കീസ് അവിടെ ഉണ്ടാവാന്ന് ആർക്കും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ തരം ഇപ്പോൾ ഈ വീഡിയോ കുറച്ച് പാർട്ടായിട്ടായിരിക്കും. കാരണം ഒറ്റ വീഡിയോ കൊണ്ട് ഹംപി ഫുള്ളും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള. പിന്നെ ഈ വീഡിയോ 3 ദിവസം കൊണ്ട് 3 ദിവസം ലീവ് എടുത്തിട്ട് ഹംപിക്ക് വരാൻ പറ്റുന്നവരുടെ ഒരു പ്ലാനും കൂടി ആയിരിക്കും. അതായത് ബഡ്ജറ്റ് ട്രിപ്പ് പോലെ. അങ്ങനെ അപ്പോൾ 3 ദിവസം കൊണ്ട് എങ്ങനെ ഹംപി കവർ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഹംപിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ ഫുള്ളും കാണാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഈ ചുറ്റും ഈ വീഡിയോ കാണിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ഹേമകുട്ട ടെമ്പിൾ കോംപ്ലക്സ് ഉണ്ട്. അത് ഇതിൻ്റെ പിന്നാലെ തന്നെ, എൻ്റെ പിന്നാലെ ആ ഫുള്ളൊന്ന് വീരപക്ഷ ടെമ്പിളും പിന്നെ ഹേമകുട്ടിയും പിന്നെ ആ സൈഡിലുള്ള കുറച്ച് ബസാറും കൃഷ്ണ പിന്നെ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ലൈക്ക് ബസ്സിലാണ് വന്നത്. ഞാൻ ഇതിൻ്റെ 2-3 പ്രാവശ്യം ഇതിലേക്ക് വരുന്നു. പക്ഷെ എന്നാൽ ഞാൻ ഇത്രയും സമാധാനം ഇവിടെ ഇത്ര നേരത്തെ വന്നുകൊണ്ടാവുന്നു. ഭയങ്കര സമാധാനമുണ്ട്. ഒരാളർക്കില്ല, ഒന്നുമില്ല. ജസ്റ്റ് കിളികളും പട്ടീൻ്റെ സൗണ്ടും അങ്ങനെയൊക്കെ. ഫോണിൽ പക്ഷെ അത്രയും രസമായിട്ട് കാണുന്നില്ല കേട്ടോ. അതാണ് വീരപക്ഷ ടെമ്പിൾ. കറക്റ്റ് അവിടെയാണ് വണ്ടി നിർത്തുക ബസ്. ആ ബസ്സിൽ ഇങ്ങനെ വന്നിട്ട് ഈ സ്ട്രൈറ്റ് റോഡ്, ഒറ്റ റോഡ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ വീരപക്ഷ ടെമ്പിളാണ്. ഇവിടെയാണ് ഹേമകുട്ട ടെമ്പിൾ കോംപ്ലക്സ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ സൈക്കിൾ റെൻ്റിന് എടുത്തിട്ട് അങ്ങനെ പോകാണ്ടിരിക്കാം. ഇതറാവോ इसका अंदर जाएगा, ഇതർ ഷൂ മുഷ്കിൽ നെയ്യേ. പിന്നെ ചെരുപ്പ് അവിടെ വീരപക്ഷനകത്ത് കയറുമ്പോൾ ചെരുപ്പ് ഊരി വെക്കണം. ഇവിടെ അതൊന്നൊരു പ്രശ്നമല്ല. ടെമ്പിളിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ മാത്രം ചെരുപ്പ് ഊരി വെച്ചാൽ നമുക്ക് ഗേറ്റിൽ. സോ എൻ്റെ എൻട്രൻസ് വരുന്നത്. പിന്നെ ഇതാട്ടോ കോംപ്ലക്സ്. ഇതാണ് കോംപ്ലക്സ്. അതായത് മേ ബി ഈ കോംപ്ലക്സ് ഒക്കെ ഇന്ന് വന്ന പേരായി. ആദ്യം ഇത് മറ്റേ കുറേ അമ്പലങ്ങളുള്ളതുകൊണ്ട് ലൈക്ക് അങ്ങനെ നെയിം ചെയ്തോ. ഒരു കുന്ന് പോലെ, കുന്നിൻ്റെ മേലെ കാണുന്നു. ലൈക്ക് ഇവിടെ ഓരോ അമ്പലങ്ങൾക്കും പറയുന്ന ഒരു കഥയുണ്ടാവുന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ പാറ കണ്ടില്ലേ, എന്ത് വലിപ്പം നോക്കിയാ. സലീം ഉദർ സ്റ്റാൻഡ് കറോ നോക്കിയാ. ഞാനവിടെ നിൽക്കാൻ പറയാം. ഈ പാറൻ്റെ വലിപ്പം നോക്കിയാട്ടോ നിങ്ങൾ കണ്ടില്ലേ. ഇതും ക്യാമറയിൽ തകയാനുള്ള ഇതൊക്കെ കൊത്തിയിട്ടാണ് അവർ ഈ പണ്ടി അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ പണിത്. ഒന്ന് ആലോചിച്ച് നോക്കിയാ. ഇവിടെ അത് അതിനേക്കാളും വലുതാട്ടോ.
ഈ ക്യാമറയിൽ കാണുമ്പോൾ മനസ്സിലാകാത്ത ഇതൊക്കെ കൊത്തിയിട്ടാണ് ഈ കാണുന്ന അമ്പലവും കാര്യങ്ങൾക്കുള്ള പോയത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, പണ്ടുള്ളവര് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ പണിത്. ഇപ്പൊ ഒരു വീഡിയോ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര വലിയ കുന്നാണ് ഈ കുന്ന്. കറക്റ്റ് ഈ വീഡിയോ ബോക്സിന്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് ഈ കുന്ന് വരുന്നത്. ഇങ്ങനെ കയറി 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 കയറിപ്പോ മേ ബി ഇതൊക്കെ പണ്ട് വല്ല കല്യാണ ഷെഡോ അങ്ങനെയുള്ളൊക്കെ അങ്ങനത്തെ സ്കീമൊക്കെ കണ്ടല്ലോ. കുട്ടികൾ എന്തായാലും കുന്ന് ഫുള്ളും കേറാം. ഇതല്ലേ ഭയങ്കര വലിയ കുന്നാട്ടത്. അതെ, സൂര്യൻ ഉദിക്കുന്നു. പിന്നെ കാക്ടസ് ചെടിയൊക്കെ ഉണ്ട്. കാക്ടസ് ചെടികൾ, കാക്ടസ് മുള്ളു ചെടിയാണ്. ഇവിടെ പിന്നെ തണുപ്പാകുമ്പോ നല്ല തണുപ്പാവും. അതേ വെയിലാണെങ്കിൽ അങ്ങനെ തിരിച്ച നല്ല വെയിലാണ്. അതിൻ്റെ കുരങ്ങിനടുന്ന് കാണുമ്പോൾ അറിയില്ല. ഈ കല്ലിനൊക്കെ ഈ ചെറിയ ചെറിയ കല്ലുകൾ പിടിച്ചു കിട്ടണം. स्लिप नहीं आएगा, ये कितना ईयर्स इधर है. പൊളിഞ്ഞിരിക്കുന്നു. വർഷങ്ങൾ ഇങ്ങനെ കൂടുന്തോറും ഇങ്ങനെ പൊളിഞ്ഞ് 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 അതൊക്കെ വാങ്ങി കുരഞ്ഞുണ്ട് കണ്ട സന്തോഷം കണ്ടിരിക്കുക. ഇത് കുന്നൊക്കെ പറഞ്ഞാൽ അന്യായ കുന്നാത്തത് എല്ലാ കുരങ്ങൻ. ഇത് ശ്രീ ആഞ്ജനേയ ടെമ്പിളാവും. ശിവലിംഗം കണ്ട സമയം 7-7:15 പക്ഷെ എന്നിട്ടും കോടയൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ ആ സൈഡിൽ നിന്നാണ് ബസ് വരിക. അവിടെ കാറ് വന്നിട്ടില്ലേ, ആ സൈഡിൽ കൂടെയാണ് ബസ് കയറി വരിക. എന്നിട്ട് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, ഇവിടെ ക്യാമറയും കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ലിറ്റർ ചെയ്യാണ്ടിരിക്കുക. ബി കെയർഫുൾ. പൂച്ച കഴിഞ്ഞുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരാം. ഇവിടെ പോയാലും നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കലാകാരന്മാരെ കാണാം. എന്താ